ഹലോ. ശിവ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണങ്ങളും സ്കേറ്റിംഗ് ഷൂ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് കേട്ടോ. പിന്നെ എന്നെ വിളിക്കാനായിട്ട് സ്റ്റോപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റയാൻ വന്നതുകൊണ്ട്. റയാൻ എൻ്റെ നാത്തൂൻ്റെ കുട്ടിയാണ് കേട്ടോ. അന്ന് ചേട്ടായിയുടെ പെങ്ങടെ കൊച്ച്. അപ്പോൾ ചേട്ടായിയുടെ ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പിൽ പണിക്ക് കയറ്റിയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി അതിൻ്റെ ഉള്ളിൽ താക്കോല് വെച്ചിട്ട് മറന്നു കേട്ടോ വീടിൻ്റെ. അപ്പോൾ പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറിയത്. അപ്പോൾ ഞാൻ വന്നവിടെ തന്നെ യൂണിഫോം മാറാണ്ട് തന്നെ ചിക്കനും നല്ലോണം കഴുകിയെടുത്ത് അതൊന്ന് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞ് ചിക്കൻ കറി അടുപ്പത്ത് വെച്ചാലും മതിയല്ലോ. അപ്പോൾ ഞാനത് പുരട്ടി വെച്ചിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോവുകയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് നമ്മുടെ സവാളയും തക്കാളിയും ഉരുളൻകിഴങ്ങൊക്കെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. പിള്ളേർ അവിടെ ടി വി കാണുകയാണ്. അതിൻ്റെ കൂടെ ചേട്ടായും ടി വി കാണുകയാണ് കേട്ടോ. നമ്മുടെ ലോക ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അവർ കണ്ടുകൊണ്ടിരിക്കുകയുണ്ടോ. അപ്പോഴത്തേക്കും ഞാൻ ചിക്കൻ കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർ വൈകുന്നേരം വന്നപ്പോൾ ചായ ചേട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത്താഴം പയ്യെ കഴിച്ചാൽ മതിയല്ലോ. അവനും പറഞ്ഞു പയ്യെ മതിയെന്ന്. അപ്പം ഞാൻ സവാളയും ഉരുളൻകിഴങ്ങൊക്കെ അരിഞ്ഞു. അപ്പം ചിക്കൻ കറി അടുപ്പത്ത് വയ്ക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ ചീഞ്ചിട്ടൊക്കെ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കൻ മസാല ഉണ്ടായില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ചേട്ടായി രണ്ടാമത് കടയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് കേട്ടോ ചിക്കൻ മസാല മേടിച്ച്. സാധാരണ രീതിയിൽ പോകാറില്ല കേട്ടോ. എന്നോട് ദേഷ്യപ്പെടാറുണ്ട്. ഇന്നിപ്പോൾ എന്തോ എനിക്കത് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അന്നേരം പിന്നെ ഞാൻ ചിക്കൻ കറിക്ക് സവാള വഴറ്റാനും അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നാളെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനുള്ള ചോറുണ്ടായില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അരി അടുപ്പത്തിട്ടു. പിന്നെ ശിവയായിട്ട് ഞാൻ ഒന്ന് ഉടക്കിയിട്ടോ. അവൻ ചെറിയ കുസൃതി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു നുള്ളിപ്പറി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ വന്ന് സോറിയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ ഒക്കത്തായിട്ടോ. അപ്പോൾ പിന്നെ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പാത്രം കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങൾ കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്ത് നമുക്ക് കഴിച്ച പാത്രം മാത്രം കഴുകി വെച്ചാൽ മതിയല്ലോ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എന്നെ സഹായിക്കാനായിട്ട് ചേട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ പാക്കറ്റ് ചപ്പാത്തി കൊണ്ട് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. അത് വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ടാണ് അത് ഏറ്റെടുത്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരെ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ ആ കൂട്ടത്തിലിരുന്ന് കഴിക്കുന്നുണ്ടോ. പിന്നെ കുറച്ച് നേരം റയാൻ്റെ വിശേഷമൊക്കെ കേട്ടിട്ടോ. അവൻ സ്കൂളിലെ വിശേഷവും വീട്ടിലെ വിശേഷമൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനൊരു കുഞ്ഞ് അനീതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ രാത്രി കിടന്ന് ഉറങ്ങുമോ എന്നൊക്കെ ചോദിച്ചു. അവൻ പറഞ്ഞു ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിനക്ക് നോക്കാൻ പാടില്ലെന്ന് വെച്ചപ്പോൾ എനിക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചേട്ടനും അനിയനൊക്കെ നല്ല ഉറക്കം. എന്താ സ്നേഹം.